ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോഷ്യോ ഫ്രണ്ട്ലി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജി തിയറി എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിലാദ്യം നമ്മൾ കാൾ മാർക്സിനെയാണ് പരിചയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചിന്തകന്മാരിൽ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു കാൾ മാർക്സ്. ചിന്തകൻ, ചരിത്രകാരൻ, രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധൻ, രാഷ്ട്രീയ സൈദ്ധാന്തികൻ എന്നിങ്ങനെ വിവിധതരം ഇദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. ലോകമെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്നും പിന്തുടരുന്ന കാഴ്ചപ്പാടുകളുടെ ഒരു പ്രധാന അടിത്തറ ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ബുക്സാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദി ക്യാപിറ്റൽ എന്നിവ. സമൂഹത്തിൻ്റെ അടിസ്ഥാന ശിലയായി തൊഴിലാളി വർഗത്തെ കാണുകയും അവരോട് സംഘടിക്കാൻ ആഹ്വാനം ചെയ്യുകയും അതുവഴി ലോകമെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആധാരമായ തത്വചിന്ത പദ്ധതിയായ ശാസ്ത്രീയ സോഷ്യലിസത്തിന് അദ്ദേഹം അടിത്തറയിട്ടു. കാൾ മാർക്സിൻ്റെ സാമൂഹിക സാമ്പത്തിക ആശയങ്ങളെ മാർക്സിസം എന്ന് വിളിക്കുന്നു. സമൂഹത്തിൽ രണ്ട് വർഗങ്ങളുണ്ടെന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഒന്ന് അടിച്ചമർത്തുന്നവരും മറ്റേത് അടിച്ചമർത്തപ്പെടുന്നവരും. അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ രീതിയെ അദ്ദേഹം മുതലാളിത്തം എന്ന് വിളിച്ചു. മുതലാളിത്തത്തെ ഒരു ഉൽപാദന സമ്പ്രദായമായാണ് മാർക്സ് കണ്ടിരുന്നത്. മുതലാളിത്ത സമൂഹത്തിൽ സ്വേച്ഛാധിപതികളായിരിക്കും അവർ. സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രം ജീവിച്ചിരുന്നവർ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് അവരുമായി നിരന്തര സംഘർഷത്തിൽ ഏർപ്പെടും, അഥവാ വർഗസമരത്തിലായിരിക്കും. ആ ഒരു സംഘർഷത്തിനൊടുവിൽ മുതലാളിത്തം തകർക്കപ്പെടുകയും പകരം സോഷ്യലിസം എന്ന പുതിയൊരു സാമൂഹിക നീതി നടപ്പിൽ വരികയും ചെയ്യുമെന്ന് കാൾ മാർക്സ് പ്രത്യാശിച്ചു. സോഷ്യലിസം നടപ്പിലാക്കുന്ന ഒരു സമൂഹത്തിൽ തൊഴിലാളി വർഗമായിരിക്കും സമൂഹത്തെ ഭരിക്കുക. സോഷ്യലിസത്തിന്റെ അടുത്ത ഘട്ടമായി കമ്മ്യൂണിസം എന്നൊരാശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. സോഷ്യലിസവും കമ്മ്യൂണിസവും സാമൂഹിക വികാസത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘട്ടങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ സോഷ്യലിസം ആദ്യം നടപ്പിലാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. ലുഡ്വിഗ് ഫ്യൂർബർഗ്, ആദം സ്മിത്ത്, ഏംഗൽസ് എന്നീ 3 അക്കാദമിക് പണ്ഡിതന്മാരാൽ കാൾ മാർക്സിന്റെ ബൗദ്ധിക അടിത്തറ ഏറെ സ്വാധീനിക്കപ്പെടുകയുണ്ടായി. മാർക്സിനെ വളരെയധികം സ്വാധീനിച്ച ഒരാളായിരുന്നു ലുഡ്വിഗ് ഫ്യൂർബർഗ്. ഇദ്ദേഹത്തിലൂടെ ഹെഗലിൻ്റെ ആശയങ്ങൾ മാർക്സിലേക്ക് എത്തിച്ചു. ഹെഗലിയൻ ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട ചിന്തകരായിരുന്നു ലുഡ്വിഗ് ഫ്യൂർബർഗ്. അദ്ദേഹം ഒരു ഭൗതികവാദിയായിരുന്നു. അടുത്തത് ആഡം സ്മിത്ത്. അക്കാലത്ത് ഇംഗ്ലണ്ട് ഭാഗികമായി വ്യാവസായികവൽക്കരിക്കുകയും മുതലാളിത്ത സാമൂഹ്യമായി പ്രവർത്തിക്കുകയും ചെയ്തു. ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ തുടങ്ങിയ അക്കാലത്തെ പണ്ഡിതന്മാരും സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ സമ്പദ്വ്യവസ്ഥ, അതായത് പൊളിറ്റിക്കൽ എക്കോണമി വികസിപ്പിച്ചെടുത്തു. മുതലാളിത്തത്തിൻ്റെയും അതിനുശേഷം കെട്ടിപ്പടുക്കുന്ന വ്യവസായത്തിൻ്റെയും സവിശേഷതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. മാർക്സും ഏംഗൽസും ഈ ഒരു ആശയത്തെ ശക്തമായി വിമർശിക്കുകയുണ്ടായി. മാർക്സിനെ ഏറെ സ്വാധീനിച്ച മറ്റൊരാളായിരുന്നു ഏംഗൽസ്. മാർക്സിനെ പോലെ പൊളിറ്റിക്കൽ എക്കോണമിയെ വിമർശിച്ച ഒരാളായിരുന്നു ഏംഗൽസും. മുതലാളിത്ത സമൂഹം മനുഷ്യരഹിതവും ചൂഷണപരമായ ഒന്നാണെന്ന് ഏംഗൽസ് അഭിപ്രായപ്പെട്ടു. ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹം സാധ്യമാകുന്നതിന് ഒരു മുതലാളിത്ത സമൂഹത്തിൻ്റെ നിലനിൽപ്പ് അനിവാര്യമാണെന്നും ഏംഗൽസ് മുന്നോട്ട് വെച്ചു. രാഷ്ട്രീയ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള മാർക്സിന് അപരിചിതമായിരുന്നു. ഏംഗൽസിൻ്റെ ഉപന്യാസമായ ഔട്ട്ലൈൻ ഓഫ് എ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന ഗ്രന്ഥത്തിലൂടെയാണ് മാർക്സ് പൊളിറ്റിക്കൽ എക്കോണമി എന്ന ആശയം പരിചയപ്പെടുന്നത്. സമൂഹത്തിൻ്റെ ഒരു സിദ്ധാന്തത്തിന് രൂപരേഖ തയ്യാറാക്കുന്നതിനായി 20 വർഷത്തെ തീവ്രമായ പഠനത്തിന് ഈ ഒരു ലേഖനം മാർക്സിനെ സജ്ജമാക്കിയിരുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് ഹെഗലിൻ്റെ ഐഡിയലിസം എന്നൊരു കൺസെപ്റ്റാണ്. ഹെഗേലിയൻ തത്വചിന്ത പിന്തുടരുന്നത് പ്ലാറ്റോയിൽ നിന്നാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ യഥാർത്ഥമായി മനസ്സിലാക്കുന്ന വസ്തുക്കൾ യഥാർത്ഥമല്ല, മറിച്ച് ഒരു കൂട്ടായ യാഥാർത്ഥ്യത്തിൻ്റെ പ്രകടനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഐഡിയലിസം എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പം. നമ്മളൊരു വസ്തുവിനെ ഇപ്പോൾ ഒരു കാറെന്ന് കേൾക്കുമ്പോൾ നമുക്ക് കാറിൻ്റെ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നില്ലേ, അതാണ് ഐഡിയലിസം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭൗതിക ലോകം നിലനിൽക്കുന്നത് മനുഷ്യ മനസ്സിൻ്റെ സൃഷ്ടിക്കനുസരിച്ചാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭൗതിക വസ്തുക്കളെല്ലാം ഒരു സങ്കല്പമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൈവം എന്നൊരു വിശ്വാസമില്ലേ, അതുപോലും മനുഷ്യൻ്റെ സങ്കല്പമാണെന്നാണ് ഹെഗൽ പറയുന്നത് കേട്ടോ. അടുത്തത് ഹെഗലിൻ്റെ ഡയലക്റ്റിക്സ്. സമൂഹത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നിരന്തരമായ ചലനത്തിനും മാറ്റത്തിനും വിധേയമായിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ പരിണാമം വൈരുദ്ധ്യങ്ങളും നിഷേധങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. സമൂഹത്തിലെ പരസ്പര വിരുദ്ധമായ ആശയങ്ങളും അവ തമ്മിലുള്ള ഏറ്റുമുട്ടലിലും സമൂഹത്തെ പുരോഗതിയിൽ നിന്ന് പരിവർത്തനത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇതിനെ അദ്ദേഹം 3 ഘട്ടങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്: തീസിസ്, ആൻറ്റി തീസിസ്, സിന്തസിസ്. അതായത് തീസിസ് എന്നത് ഒരാശയത്തിൻ്റെ ആദ്യ രൂപമാണ്. ഇതിൻ്റെ ഒരു വിപരീത രൂപമാണ് ആൻറ്റി തീസിസ്. ഈ തീസിസും ആൻറ്റി തീസിസും തമ്മിൽ സംഘർഷത്തിലേർപ്പെടുന്നു. അതിൽ നിന്നിട്ട് ഒരു മാറ്റമുണ്ടാകുന്നു. അതാണ് സിന്തസിസ് എന്ന് പറയുന്നത്. ഹെഗലിൻ്റെ ഐഡിയലിസത്തിലെ ചില കാര്യങ്ങൾ മാർക്സ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണിത്. ഹെഗലിൻ്റെ ആദർശവാദം നിരാകരിച്ചെങ്കിലും ഡയലക്റ്റിക്സ് എന്ന രീതിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. സമൂഹം അനുഭവിച്ച ചരിത്രപരമായ സാമ്പത്തിക പരിണാമത്തിന് ഊന്നൽ നൽകി വൈരുദ്ധ്യാത്മകതയെ പ്രയോഗിച്ചു. അടുത്തത് നമ്മൾ നോക്കുന്നത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം.
കാൾ മാർക്സ് ഐഡിയലിസം തള്ളിക്കളയുകയും ഡയലക്റ്റിക്സ് ഉപയോഗിക്കുകയും ചെയ്തു. ഡയലക്റ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വൈരുദ്ധ്യം എന്നാണ്. ചരിത്രത്തിലെ ഓരോ സ്റ്റേജിലും ഈ വൈരുദ്ധ്യമായിട്ടുള്ള പ്രക്രിയകൾ ഉണ്ടെന്ന് കാൾ മാർക്സ് പറയുന്നു. കാൾ മാർക്സ് ഹെഗലിൻ്റെ ഡയലക്റ്റിക്സും സമൂഹത്തിലെ ചരിത്രവുമായി കൂട്ടിയിണക്കി മുന്നോട്ട് വെച്ചൊരാശയമാണ് ഹിസ്റ്റോറിക്കൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. മാർക്സിൻ്റെ എ കോൺട്രിബ്യൂഷൻ ഓഫ് ദി ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്നതിൻ്റെ ആമുഖത്തിൽ മാർക്സിൻ്റെ സിദ്ധാന്തത്തിൻ്റെ വ്യാപ്തി കാണാൻ സാധിക്കും. മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രം വിശദീകരിക്കാനാണ് അദ്ദേഹം ഈ ഒരു ആശയം ഉപയോഗിച്ചത്. സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുന്ന പ്രധാന ശക്തി സാമ്പത്തിക ഘടകങ്ങളാണെന്നും സമൂഹത്തിൻ്റെ അടിത്തറയാണെന്നും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇതിനെ അദ്ദേഹം 4 സങ്കല്പങ്ങൾ പറയുന്നുണ്ട്: മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ, മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആദ്യത്തേത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. സമൂഹത്തിൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമി, അതേപോലത്തെ ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ എന്നിവ അടങ്ങുന്ന ഒരു ഉൽപ്പാദന ശക്തികളാണ് ഉൽപ്പാദന മാർഗങ്ങൾ, അതായത് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഉൽപ്പാദന മാർഗങ്ങളുടെ അവകാശം ആ സമൂഹത്തിലെ ഉപരിവർഗമായിട്ടുള്ള ഭരണവർഗം, അതായത് ഈ ഉടമസ്ഥത ഉള്ളവർക്കായിരിക്കും. അതായത് അവർ ഇപ്പോൾ ഫ്യൂഡൽസിലാണെങ്കിൽ ഫ്യൂഡൽ ജന്മിമാർക്ക്, മുതലാളിത്തത്തിലാണെങ്കിൽ മുതലാളിമാർക്ക്, അവർക്കായിരിക്കും ഈ ഉൽപ്പാദന മാർഗങ്ങളുടെ അവകാശം ഉണ്ടാകുക. അടുത്തത് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഈ ഒരു ഉൽപ്പാദന മാർഗങ്ങളിൽ ഉടമസ്ഥാവകാശം, ഉൽപ്പാദന പ്രക്രിയയുടെ ഉടമസ്ഥാവകാശം ഉള്ളവരും ഇല്ലാത്തവരും ഉണ്ടായിരിക്കും. അവർ തമ്മിലുള്ള റിലേഷനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഉൽപ്പാദന മാർഗങ്ങളുടെ ഉടമസ്ഥാവകാശം ഉള്ളവർ ഇല്ലാത്തവരെ ചൂഷണം ചെയ്തിട്ടാണ് ലാഭമുണ്ടാക്കുന്നത്. അടുത്തത് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഉൽപ്പാദന രീതി. ഓരോ സാമൂഹിക സാഹചര്യങ്ങളിൽ അതിനനുസരിച്ച് ഉൽപ്പാദന രീതിയിൽ മാറ്റമുണ്ടാകും. ഇതിൽ അദ്ദേഹം 4 സങ്കല്പങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആദ്യത്തേത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം. ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ കാടുകളിൽ താമസിച്ചു. സ്ഥിരമായിട്ടൊരു പ്രദേശത്ത് താമസിക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നാടോടി ജീവിതം, കായികനികളൊക്കെ ഭക്ഷിച്ച് മൃഗങ്ങളെ വേട്ടയാടിയൊക്കെ ജീവിച്ചു. പിന്നീട് ക്രമേണ കൂടുതൽ ശക്തിയുള്ള ആളുകൾ ശക്തി കുറഞ്ഞവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. അതായത് ഇവിടെ കയ്യൊക്കുള്ളവൻ കാര്യക്കാർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം തന്നെ. തുടർന്ന് കയ്യൊക്കുള്ളവൻ കയ്യൊക്കില്ലാത്തവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു, അവരെ അടിമകളാക്കുകയും ചെയ്തു. അങ്ങനെ ഏൻഷ്യൻ സൊസൈറ്റി, അതായത് നമ്മുടെ സ്ലേവറി, അടിമത്തത്തിലേക്ക് കടന്നു. അതാണ് 2ാമത്തെ ഘട്ടം. ഈ ഒരു ഘട്ടത്തിൽ അടിമ ഉടമ ആ ഒരു സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. അതായത് ഈ ഉടമകൾ അടിമകളെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കും, അവരൊരുപാട് ചൂഷണം ചെയ്യും. പിന്നെ അങ്ങനെ 3ാമത്തെ ഘട്ടമായി ഫ്യൂഡലിസത്തിലേക്ക് എത്തി. ഫ്യൂഡലിസത്തിലാകുമ്പോൾ ജന്മി കുടിയൻ ആ ഒരു റിലേഷനാണുള്ളത്. അതായത് ജന്മിമാർ അവരുടെ അടിയാന്മാരെ കൂടുതൽ ചൂഷണം ചെയ്ത്. അങ്ങനെ അടുത്തതാണ് ക്യാപിറ്റലിസം, മുതലാളിത്ത ഘട്ടം. വ്യവസായ വിപ്ലവത്തിന് ശേഷം ഉണ്ടായിരുന്നൊരു ഘട്ടമാണിത്. ഇതിൽ തൊഴിലാളി, മുതലാളി അങ്ങനെ 2 വിഭാഗമാണുള്ളത്. മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു. അതായത് ഈ ഫാക്ടറിയിലും മറ്റ് ജോലി സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സമയം വർക്ക് ചെയ്യിപ്പിച്ചിട്ട് മുതലാളിമാർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് ഈ ഒരു ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റാണ് തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ. ഇതിലും പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ മോഡ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റിയൊക്കെ തന്നെയാണ് പറയുന്നത്. പരസ്പരം എതിർക്കുന്ന 2 വിഭാഗങ്ങളായി സമൂഹം വിഭജിക്കപ്പെട്ടു എന്ന് മാർക്സും എംഗൽസും വാദിച്ചു: തൊഴിലാളികളും മുതലാളികളും. എല്ലാ ഉൽപ്പാദന ഉപാധികളും ബൂർഷ്വാസിയുടെ ഉടമസ്ഥതയിലാണ് ഉണ്ടാവുക. അത് പ്രബലരും ഭരിക്കുന്നവരും ആയിരിക്കും. തൊഴിലാളി വർഗം പ്രധാനമായും കീഴാളരോ അടിച്ചമർത്തപ്പെട്ടവരോ ആയിരിക്കും. അടിസ്ഥാനപരമായി ഒന്ന് കാലഹരണപ്പെട്ട ഉൽപ്പാദന രീതിയെ ചിത്രീകരിക്കുന്നു, മറ്റൊന്ന് ഉയർന്നു വരുന്ന ക്രമത്തെ പ്രതിനിധീകരിക്കുന്നു. അതായത് തൊഴിലാളികളിൽ നിന്ന് കാലഹരണപ്പെട്ട ഉൽപ്പാദന രീതിയാണ് ചിത്രീകരിക്കുന്നത്, മുതലാളിവർഗം ഉയർന്നു വരുന്ന ക്രമത്തെ പ്രതിനിധീകരിക്കുന്നു. വർഗ്ഗങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് മാർക്സും എംഗൽസും അവരുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ലോകത്ത് നാളിതുവരെയുള്ള സമൂഹങ്ങളുടെ ചരിത്രം വർഗ്ഗസമരത്തിൻ്റെ ചരിത്രമാണെന്നാണ് അവർ പറയുന്നത്. സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരും അടിച്ചമർത്തുന്നവരും തമ്മിലുള്ള വർഗ്ഗസമരമാണ് നടക്കുന്നതെന്ന് അവർ മുന്നോട്ട് വെച്ചു. പിന്നെ ഇതിൽ പറയുന്ന മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ആദ്യം പ്രിമിറ്റീവ് കമ്മ്യൂണിസത്തിൽ എങ്ങനെയായിരുന്നു, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ആ ഒരു പോയിന്റ്. പിന്നെ ഏൻഷ്യൻ്റ് ആയപ്പോൾ അടിമ ഉടമയായി. പിന്നെ ഫ്യൂഡലിസം വന്നു, ക്യാപിറ്റലിസം. ഇനി സോഷ്യലിസത്തെ പറ്റി ഇവർ പറയുന്നുണ്ട്. അതായത് ക്യാപിറ്റലിസം അവസാനിച്ച് സോഷ്യലിസം എന്നൊരു ആശയം വരും. അവിടെ തൊഴിലാളി വർഗത്തിനായിരിക്കും അവകാശങ്ങൾ ഉണ്ടായിരിക്കുക, അവിടെ എല്ലാവരും ഈക്വൽ ആയിരിക്കും, വർഗരഹിത സമൂഹമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ടോപ്പിക് ഏലിനേഷൻ. സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി അവരുടെ തൊഴിൽ ശക്തി പോലും മുതലാളി വർഗത്തിന് വിൽക്കേണ്ടി വരുന്ന അവസ്ഥയെയാണ് അന്യവൽക്കരണം എന്ന് പറയുന്നത്. അതിൻ്റെ ടൈപ്സ്: ഏലിനേഷൻ ഫ്രം ലേബർ, അതായത് തൊഴിലാളി തൻ്റെ തൊഴിൽ ശക്തി പൂർണ്ണമായും മുതലാളിക്ക് വിൽക്കപ്പെടുന്ന അവസ്ഥയാണ് ഇതിലൂടെ പറയുന്നത്. അടുത്തത് ഏലിനേഷൻ ഫ്രം ദി പ്രൊഡക്റ്റ്, അതായത് തൊഴിലാളി കഷ്ടപ്പെട്ട് അവരുടെ തൊഴിൽ ശക്തി മൊത്തം ആ ഒരു മുതലാളിക്ക് വേണ്ടി കൊടുത്ത് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് അത് വാങ്ങുന്ന ആളുകളോ
അല്ലെങ്കിൽ അത് വിൽക്കുന്ന മുതലാളിക്ക് പോലും അവരുടെ തൊഴിൽ ശക്തി തിരിച്ചറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ നിന്ന് പോലും അവർ മാറ്റി നിർത്തപ്പെടുകയാണ്. തൊഴിലാളികൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു ക്യാഷ് പോലും അവരുടെ അടുത്ത് ഉണ്ടാവില്ല. അടുത്തത് അലിനേഷൻ ഫ്രം സെൽഫ്. അതായത് ഒരു ലക്ഷ്യവും ഒരു അഭിലാഷവും ഒന്നുമില്ലാതെയാണ് ഈ തൊഴിലാളികൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്. അവർക്ക് അവരുടെ സ്വത്വം തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അടുത്തത് എലിനേഷൻ ഫ്രം സൊസൈറ്റി. അതായത് സമൂഹത്തിൽ നിന്ന് പോലും അവർ മാറ്റി നിർത്തപ്പെടുകയാണ്. സമൂഹത്തിൽ എന്തായാലും മുൻധാരയിൽ നിൽക്കുക അവിടെയുള്ള ആ ഒരു ഭരണവർഗ്ഗം, ഒരു വരേണ്യവർഗ്ഗം, അത് മുതലാളി വർഗ്ഗമാണ്. തൊഴിലാളികൾക്ക് എന്നും ഒരു രണ്ടാം സ്ഥാനമായിരിക്കും സമൂഹത്തിൽ ഉണ്ടാവുക. അടുത്ത ടോപ്പിക്കാണ് കമ്മോഡിറ്റി ഫെറ്റിഷിസം. ഒരു മുതലാളിത്ത സമൂഹത്തിൽ ജനങ്ങൾക്ക് ഭൗതിക വസ്തുക്കളോടും ഉൽപ്പന്നങ്ങളോടുമുള്ള താല്പര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു ഉൽപ്പന്നം ഒരാൾ വാങ്ങുമ്പോൾ അതിൻ്റെ യഥാർത്ഥ മൂല്യമല്ല അയാൾ മനസ്സിലാക്കുന്നത്. അതുണ്ടാക്കിയ തൊഴിലാളി, അവരുടെ അധ്വാനം എന്നിവ ഉപഭോക്താവ് അറിയുന്നില്ല. ഒരു ഉൽപ്പന്നം ഉപഭോക്താവിൻ്റെ കയ്യിൽ എത്തുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉൽപ്പാദകനും അയാളുടെ അധ്വാനവും അദൃശ്യമായി നിൽക്കുന്നു. ഇതിനെയാണ് കമ്മോഡിറ്റി ഫെറ്റിഷിസം എന്ന് പറയുന്നത്. ഇത് കാൾ മാർക്സിൻ്റെ ക്യാപിറ്റൽ എന്ന ബുക്കിലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അടുത്തത് തേർഡ് യൂണിറ്റ്, തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്. ഇതിൽ പറയുന്നത് എല്ലാ സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ഒരു അടിസ്ഥാന വൈരുദ്ധ്യമുണ്ട്. ഫ്യൂഡലിസ്റ്റിലാണെങ്കിൽ ഈ ഒരു കാർഷിക ബോർഡുമയായിട്ടുള്ള ഭൂപ്രഭുക്കന്മാരും കുടിയന്മാരും, അങ്ങനെ ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ തൊഴിലാളി മുതലാളി, അതേപോലെ. പിന്നെ പറഞ്ഞത് ഭൗതിക സാഹചര്യങ്ങളാണ് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുന്നതെന്നാണ് ഈ കാൾ മാർക്സ് ഇതിലൂടെ പറയുന്നത്. ഇതിൽ നമ്മൾ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു പ്രിമിറ്റീവ് കമ്മ്യൂണിസം, ആൻഷ്യൻ സൊസൈറ്റി, ഫ്യൂഡലിസം, ക്യാപിറ്റൽ സൊസൈറ്റി, സോഷ്യലിസം, ഈ ഒരു ഘട്ടങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത് കേട്ടോ. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം വിവിധ ഘട്ടങ്ങളിലൂടെയാണ് മാർക്സ് മുന്നോട്ട് വെച്ചത്. എക്സാമൊക്കെ അടുത്തുകൊണ്ട് കേട്ടോ ഇത്രയും ഷോർട്ടാക്കി പറഞ്ഞത്. സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ, അതേപോലെ തന്നെ തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് ആ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ, അതാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. അതായത് സമൂഹത്തിലുണ്ടാകുന്ന ഓരോ കാലഘട്ടത്തിലുണ്ടാകുന്ന വൈരുദ്ധ്യമായിട്ടുള്ള രണ്ട് വിഭാഗങ്ങൾ, ഇവർക്കിടയിലുണ്ടാകുന്ന ആ ഒരു സംഘർഷം, അത് മാറ്റം വന്ന് പുതിയൊരു വ്യവസ്ഥിതിയാവുന്നു. അങ്ങനെ ഇനി കുറച്ച് കഴിഞ്ഞ് ഇപ്പം മുതലാളിത്ത സമൂഹമാണ്, ഇനി സോഷ്യലിസ്റ്റിലേക്ക് വരും, അവിടെ എല്ലാം സമമായിരിക്കും. ഇതൊക്കെയാണ് കാൾ മാർക്സ് വിശ്വസിച്ചിരുന്നത്. അപ്പം ഇതിലേത് ക്വസ്റ്റ്യൻ വെച്ചാലും ഇത് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എഴുതാട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് എഴുതാനും ഉണ്ടാവും അതായതുകൊണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ യൂസ് ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്